ഒരു മൂന്നാം തവണ കൂടി ഇടതുപക്ഷം കേരളത്തിൽ തുടർച്ചയായിട്ട് വരിക ഇടതുപക്ഷത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിൽ ഒരുപാട് മാറ്റം വരുത്തണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും RSSും എല്ലാവരുടെയും ഏകീകരണം ഉണ്ടായി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊന്നും പണം ഉണ്ടാവില്ല. ബഡ്ജറ്റിൽ നിന്ന് ക്ഷേമ കാര്യങ്ങൾക്കുള്ള പണം. ഹെജിമണിയുണ്ട്, ബട്ട് ഭൂരിപക്ഷം വോട്ടിൽ വന്നിട്ടില്ല. ഇടതുപക്ഷത്തിന് കൾച്ചറൽ മേഖലയിലുണ്ടായിരുന്ന അധീശത്വം ഇടിഞ്ഞിട്ടുണ്ട്. കർഷക തൊഴിലാളികൾ കേരളത്തിലെ വർക്ക് ഫോഴ്സിന്റെ 25% തൊഴിലാളി വർഗത്തിന്റെ ആകെ നേതൃത്വത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ഇടതുപക്ഷത്തിനെ തടയുന്നത് എന്താണ്? ഇന്ത്യയിലും ലോകത്തും വന്ന നിയോ ലിബറൽ ആശയങ്ങളുടെ ശക്തിപ്പെടുതൽ കേരളത്തെ സ്വാധീനിക്കുന്നുണ്ട്. എല്ലാവരും ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റിലേക്ക് കയറണേ, ഫ്രീലാൻസ് സർവീസിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്റ്റാണ്, അല്ലെങ്കിൽ ട്രെയിനിയാണ്. ഫാക്ടറി വർക്കേഴ്സിൻ്റെ ഏതാണ്ട് 55-60% 44 വയസ്സിൽ താഴെയുള്ളതാണ്. ഇന്ന് വടക്കേന്ത്യയിലെ ട്രൈബൽ ബെൽറ്റുകളിൽ നടക്കുന്ന ഖനന കൊള്ളയാണ് കേട്ടോ. ഇത് മാറുകയെ ഈ പറയുന്ന ഹോളിനെസ്സും സാങ്ക്ടിറ്റിയും ഒക്കെ ഒരു ആദ്യത്തെ 6 മാസത്തേക്കാണ്. പിന്നെ അറ്റൻഷൻ വേണമെന്നെങ്കിൽ വിമർശിക്കണം എന്ന് മെയിൻ സ്ട്രീം മീഡിയക്കും ബോധ്യമുണ്ട്. ശരി, ഇവിടെ എന്തെങ്കിലും ബദലുണ്ടോ? ഈ ബഡ്ജറ്റ് എടുക്കും, എവിടെയെങ്കിലും കേന്ദ്ര സർക്കാർ പൈസ തരാഞ്ഞിട്ടാണ് ഈ പ്രശ്നം എന്ന് പറയുന്നുണ്ടോ? മാസികകളാവാം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാവാം. അതിന് മുടക്കുന്ന ശ്രദ്ധയുടെയും പണത്തിൻ്റെയും എത്ര ചെറിയ ഭാഗം മാത്രമാണ് ഡിജിറ്റൽ മീഡിയക്ക് വേണ്ടിയിട്ടും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ചെലവഴിക്കുന്നത്. മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ഇഫക്റ്റീവ്നെസ് പണത്തെ ആശ്രയിച്ചിരിക്കുന്നു. മുദ്രാവാക്യം വിളിക്കുന്നത് ഇനിമേൽ ലൈക്കിലാണ്. ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരൊക്കെ റൈറ്റിസ്റ്റുകളൊന്നുമല്ല. 10 വർഷത്തെ തുടർച്ചയായ ഇടതു ഭരണത്തിന് ശേഷം കേരളത്തിൽ പുതിയൊരു സർക്കാർ വന്നിരിക്കുകയാണ്. ആ സർക്കാർ ഏതാണ്ട് 1 മാസം പിന്നിടുന്നു. ഇൻ്ററിം ബജറ്റ് മാറ്റി ഒരു റിവൈസ്ഡ് ബജറ്റ് അവർ അവതരിപ്പിച്ചു. പക്ഷെ ഇപ്പോഴും കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് വലിയൊരളവിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നതിനെ ചുറ്റിപ്പറ്റിയാണ്. അതെ, വ്യക്തിപരമായിട്ട്, അതായത് തോമസ് ഐസക് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്, കമ്മ്യൂണിസ്റ്റുകാരന്, അങ്ങേക്ക് മനുഷ്യരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. പാർട്ടിയുടെ ഓരോ ഘട്ടത്തിലും മനുഷ്യരോട് നേരിട്ട് ഇടപെടുന്ന കാര്യങ്ങളിൽ അങ്ങ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിരുന്നിട്ടുള്ള ആളാണ്. അതായത് ജനകീയാസൂത്രണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാളാണ്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന സ്കിൽ ഗ്യാപ്പ് എന്ന് പറയുന്ന പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുകയും സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് ആളുകളെ കാണുകയും ചെയ്യുന്നു. അപ്പം തലമുറകളുമായിട്ടുള്ള നിരന്തര സമ്പർക്കം കൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കൈവരിച്ച ഒരാളാണ് അങ്ങ്. അങ്ങക്ക് വ്യക്തിപരമായിട്ട് എന്തു തോന്നുന്നു? ഇടതുപക്ഷം എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്? ഒരു കാരണം രാഷ്ട്രീയമാണ്. ഒരു 3-ാം തവണ കൂടി ഇടതുപക്ഷം കേരളത്തിൽ തുടർച്ചയായിട്ട് വരിക എന്നുള്ളത് കേരളത്തിലെ എല്ലാ തരം വലതുപക്ഷക്കാരെയും ഒന്നിപ്പിച്ചു, ഏകീകരിച്ചു. അത് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ അവസ്ഥയെക്കുറിച്ച്. അതുകൊണ്ട് ഞാൻ പറയും, ജമാഅത്തെ ഇസ്ലാമിയും RSSും ഇനി അങ്ങനെയൊന്നും ഇല്ലാത്ത വർഗീയ നിലപാടെടുക്കാത്ത ഒരുപാട് വലതുപക്ഷക്കാരില്ലേ, ഇതെല്ലാവരുടെയും ഏകീകരണം ഉണ്ടായി. അതിനെ മറികടക്കുന്നതിന് LDFന് കഴിഞ്ഞില്ല, ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. ഒന്ന്, അവർ എതിരാളികൾ സൃഷ്ടിച്ച നറേറ്റീവ്സ് അതിന് വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല. നമ്മളെ നാട്ടിനെ അറിഞ്ഞൂടെ എന്നുള്ളൊരു ഭാവത്തിലാണ് പോയത്. 2, ഇടതുപക്ഷത്തിൻ്റെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങിൽ ഒരുപാട് മാറ്റം വരുത്തണമെന്ന്, ഒരുപാട് മാറ്റം വരുത്തേണ്ടതെന്ന്. അതിഷ്ടായില്ല ജനത്തിന്, ആക്സെപ്റ്റ് ചെയ്യണം. ബട്ട് ഇതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയും.
സി എന്താ പിണറായി സർക്കാരുകളുടെ സംഭാവന? കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പാരഡൈമിൽ ഒരു വലിയ ഭേദഗതി കൊണ്ടുവന്നു. ക്ഷേമം, പുനർവിതരണം അത് നമ്മുടെ പാരമ്പര്യമാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞാലേ, അതിനുള്ള ചിലവെല്ലാം കഴിഞ്ഞാൽ ബാക്കി പാശ്ചാത്തല സൗകര്യങ്ങൾ സൃഷ്ടിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒന്നും പണം ഉണ്ടാവില്ല. സോ നമ്മൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ വളരെ പിന്നിലാണ്. കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം ഇത്ര മോശമാവാനായിട്ടുള്ള കാരണം, ഇൻവെസ്റ്റ്മെൻറ്റ് അന്തരീക്ഷം മോശമായുള്ള കാരണങ്ങളൊന്ന് ഈ പശ്ചാത്തല സൗകര്യം ഇല്ലായ്മയാണ്. ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നു. 10 years വന്ന മാറ്റം വളരെ വലുതാണ്. സോ ഒരു പുതിയ കേരളം, നവകേരളം അതിലേക്ക് മാറാൻ. പക്ഷെ ഇതിന് അടിസ്ഥാനമായിട്ടൊരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഉണ്ട്. ബഡ്ജറ്റിൽ നിന്ന് ക്ഷേമ കാര്യങ്ങൾക്കുള്ള പണം, അപ്പോൾ ബാക്കി മിച്ചം വരുന്ന കുറവായിരിക്കും. അതിന് ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി വഴി ചെയ്യാം. ആൻഡ് വർക്ക് ഫാൻറ്റാസ്റ്റിക്കലി ഫസ്റ്റ് ടൈമിൽ. അതിൻ്റെ വിജയം കൂടിയാണ് കേട്ടോ തുടർഭരണം എന്ന് പറയുന്നത്. എന്തെങ്കിലും കുറവുണ്ടായോ? ഈവൻ കോവിഡ് ടൈംസിൽ ഞാൻ പറഞ്ഞ വലതുപക്ഷ ഏകീകരണമില്ലേ, ഇത് വലിയ ഭയപ്പാടില്ല അതിനെ കാണുന്നത്. പർട്ടിക്കുലർലി സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ഇത് പൊളിച്ചു ഡെലിബറേറ്റായിട്ട്. അതിന് കേരളത്തിലെ വലതുപക്ഷം പിന്തുണയും നൽകി. കിഫ്ബിക്ക് എടുക്കുന്ന വായ്പ സർക്കാരിൻ്റെ വായ്പയെ കണക്കാക്കും. അതും പൂർവ്വകാല പ്രാബല്യത്തോടെ. ഇത് അൺഹേർഡ് ഓഫ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തിന് കിട്ടേണ്ട വായ്പയുടെ ഒരു 40% കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. ആൻഡ് ദെൻ റവന്യൂ സഹായങ്ങൾ കേന്ദ്രത്തിൻ്റെത് അത് പല രീതിയിൽ കുടിശ്ശിയാക്കാൻ വെട്ടിക്കുറയ്ക്കുക. സോ ദേ ക്രിയേറ്റഡ് എ ഫിസ്ക്കൽ ക്രൈസിസ്. ആ ഫിസ്ക്കൽ ക്രൈസിസ് ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ആഴം പിടികിട്ടിയിരുന്നില്ല. ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണെന്നുള്ളത്. സോ അപ്പോൾ പാവങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷേമകാര്യങ്ങളിൽ ചില വീഴ്ച വന്നു, വിച്ച് ഇടതുപക്ഷത്തിൻ്റെയും അടിത്തറ അംഗീകരിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി, തിരുത്തി. മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ മുൻഗണനകൾ മാറും എന്ന് പ്രഖ്യാപിച്ചു. ബട്ട് സ്റ്റിൽ ഈ ക്രൈസിസ് ഉണ്ടായപ്പോൾ അടിസ്ഥാന വിഭാഗങ്ങളിൽ പലരുടെയും അവകാശങ്ങളും അല്ലെങ്കിൽ പരിഗണനകളും വേണ്ടത്ര നൽകാൻ പറ്റാത്ത അവസ്ഥ വന്നുകയായിരുന്നു. സോ ഇത് ഈ താഴെത്തട്ടിൽ ഇങ്ങനൊരു നിസ്സംഗത കൊണ്ടുവരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് ഒരു വിഭാഗത്തിനിടയിൽ. അപ്പം ഇതെല്ലാം അതുകൊണ്ടുകൂടിയാണ് ഇത് ഫൈറ്റ് ചെയ്യാഞ്ഞത്. ഇത് ഈ വലതുപക്ഷ ഏകീകരണത്തെ ഫലപ്രദമായി നേരിടാൻ കഴിയാതെ. സോ ദിസ് ഫിസ്ക്കൽ ക്രൈസിസും ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഇടതുപക്ഷത്തിനെതിരായ ഒരു മാറ്റം ദൃശ്യമാണ് എന്ന് അങ്ങക്ക് തോന്നുന്നുണ്ടോ? വെരി വെൽ. എതിരായിട്ടെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഇടതുപക്ഷം തള്ളപ്പെട്ടു പോയിട്ടൊന്നുമില്ല. സി, ഇവിടുത്തെ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ലെഫ്റ്റിന് ഒരു 40-45% വോട്ട് പിന്തുണയുണ്ട്. UDF ഏതാണ്ടുണ്ട്. ഒരു ഭൂരിപക്ഷത്തിൻ്റെ പ്രസ്ഥാനമായിട്ട് ഇടതുപക്ഷത്തിന് മാറാൻ കഴിഞ്ഞിട്ടില്ല. ഹെജിമണിയുണ്ട്, ബട്ട് ഭൂരിപക്ഷം വോട്ടിൽ വന്നിട്ടില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വേണ്ടത്ര പിന്തുണയില്ല. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റീസൺസ് ഒക്കെ ഉണ്ട്.
കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ചെറുകിട കൃഷിക്കാരൻ പോലും കൂലിവേലക്കാരനെ നിർത്തും. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലില്ലാത്ത ചില പ്രയാസങ്ങളുണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഒരു ഇടത്തരം വിഭാഗങ്ങൾ വളർന്നു വന്നു. അത് ഇടതുപക്ഷത്തിൻ്റെ വിജയമായിട്ട് പറയാം. പക്ഷെ അവരുടെ താല്പര്യങ്ങളും വീക്ഷണങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. അവരുടെ പിന്തുണയാണ് ഈ പുതിയ ജാതിയുടെ തിരിച്ചുവരവിന് കാരണം. എനിവേ, കേരളത്തിലെ ഭൂരിപക്ഷ പ്രസ്ഥാനമായിട്ട് താല്പര്യമുണ്ടായെങ്കിലും മാറിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഇങ്ങനെ തീവ്രമായ വലതുപക്ഷ ഏകീകരണം ഉണ്ടായപ്പോൾ ഏകീകരണത്തിൻ്റെ തെളിവെന്താ? 3 സീറ്റ് BJP ജയിച്ചത് UDFൻ്റെ വോട്ട് കൂടിയാണ്. പാർലമെൻറ്റിലേക്ക് ജയിച്ചത് UDFൻ്റെ വോട്ട് കൂടിയാണ്. മറിച്ച് ഇപ്പുറത്ത് ഒരു 30 മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഗണ്യമായിട്ട്. സോ എവിഡൻറ്റ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ളൊരു ഏകീകരണം അത് ഇടതുപക്ഷത്തിന് വോട്ട് കുറയ്ക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് കൾച്ചറൽ മേഖലയിലുണ്ടായിരുന്ന അധീശത്വം ഇടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം വേണമെങ്കിൽ പറയാം, അമ്പലപ്പറമ്പുകൾ, അവിടുത്തെ ഉത്സവങ്ങൾ, അവിടെയല്ലേ സാംബശിവൻ്റെ കഥാപ്രസംഗവും KPCയുടെ നാടകങ്ങളും എല്ലാം. ഇപ്പം അലോഷി പാടിയതിനെതിരായിട്ട് കോടതി വർത്താനം പറയണേ. ഇതാണ് പറയുന്നത്. സോ ദർ ഹാസ് ബീൻ ഒരു കൾച്ചറൽ ഹെജമണി റോഷം വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അടിത്തറയായിരുന്ന നാട്ടിൻപുറത്തെ കർഷക തൊഴിലാളികൾ, പരമ്പരാഗത തൊഴിലാളികൾ, ഇങ്ങനെയുള്ള കൂലിവേലക്കാരാണെന്ന്, അല്ല ഇടത്തരക്കാരല്ല കേരളത്തിലെ പിന്തുണ. ഇത് ദുർബലമായാണ്. ഒരു 30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് കർഷക തൊഴിലാളികൾ കേരളത്തിലെ വർക്ക് ഫോഴ്സിൻ്റെ 25%. ഇന്ന് മേ ബി 11-12% അങ്ങ് കുറഞ്ഞു. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ മാത്രമാണ് ഈ ക്ലാസ് ബേസിൽ മുന്നോട്ട് എണ്ണത്തിൽ പെരുകിയിട്ടുള്ളത്. ബാക്കി മുഴുവൻ ദുർബലപ്പെട്ടു, ഇടത്തരക്കാരുടെ കൂടുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും ലോകത്തും വന്ന നിയോ ലിബറൽ ആശയങ്ങളുടെ ശക്തിപ്പെടൽ കേരളത്തെ സ്വാധീനിക്കുന്നുണ്ട്. ദാറ്റ്സ് ദർ. പക്ഷെ ഇത് ഇപ്പം ഉണ്ടായൊരു തകർച്ച, ഞാൻ പറഞ്ഞത് നീണ്ട നാളിൽ ഈ ഒരു സ്റ്റെയിൽമേറ്റ് ഉണ്ട്, മുറിച്ച് കിടക്കാൻ പറ്റുന്നില്ല. അത് 3-ാം തവണ ഇനിയും വരുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ചപ്പോൾ അത് വലിയ തിരിച്ചടിയിലേക്ക് എത്തി. സാധാരണ ഉണ്ടാവുന്ന കുറവിനേക്കാൾ കൂടുതൽ വോട്ട് കുറഞ്ഞു. സാധാരണ 40 നിൽക്കും, നിയമസഭയിൽ 41-42, 2-3% UDF വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 37 മാറി. ചരിത്രത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ വോട്ടാണ്. ഈ 80-ൽ LDF രൂപം കൊണ്ടതിന് ശേഷം. അപ്പം അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ എൻ്റെ പിന്നിലുണ്ട്. സോ ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് കാണുന്നില്ല, ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കർഷക തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടാവുന്ന ഒരു ഇടിവ്, അപ്പോൾ അതിന് സമാന്തരമായി തന്നെ മറ്റ് തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ ഉണ്ടാകുന്നു. ഇപ്പം ഗിഗ് വർക്കേഴ്സിൽ എത്തി നിൽക്കുന്ന തൊഴിലാളികളുടെ ഒരു രൂപാന്തരമുണ്ട്. അപ്പോൾ അവിടെ എല്ലാം തൊഴിലാളികൾ ഉണ്ടാവുന്നുണ്ട്. ഈ കാസ്റ്റിനെ, റിലീജിയനെ കട്ട് അക്രോസ് ചെയ്ത് ഈ തൊഴിലാളി വർഗത്തിന്റെ ആകെ നേതൃത്വത്തിലേക്ക് എത്തുന്നതിൽ നിന്ന് ഇടതുപക്ഷത്തിനെ തടയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ മൂന്നാർ യുവ തൊഴിലാളികളുടെ ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പം അതിനുവേണ്ടി കണക്ക് പരിശോധിച്ചപ്പോഴേ കേരളത്തിലെ ഫാക്ടറി വർക്കേഴ്സിൻ്റെ ഏതാണ്ട് 55-60% 44 വയസ്സിൽ താഴെയുള്ളതാണ്. മില്ലിനിയൽസ്.
അതാണ് ഭൂരിപക്ഷം തൊഴിലാളികൾ. ഉം. 60% തൊഴിലാളികൾ മില്ലിനിയൽസാണ്. പക്ഷെ നമ്മൾ തുടരുന്ന സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്ങും മൊബിലൈസേഷനും ഒക്കെ തന്തവഴിപ്പെട്ടതാണ്. സോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെന്ന്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റ് ഒരു മേഖലയിലും ഇത്രയും പ്രകടമാവുന്നില്ല. വിദ്യാർത്ഥി മുന്നണി, യുവജന മുന്നണി ആൻഡ് ട്രേഡ് യൂണിയൻ. സോ എടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ യൂണിയനൈസേഷൻ 90% ആവും, 95 പറയാം. സംഘടിത വ്യവസായ മേഖലയിൽ 70% ആവും. ബട്ട് പുതിയ ന്യൂ ജനറേഷൻ വ്യവസായങ്ങളുണ്ടല്ലോ, അതുപോലെ വരുന്ന പുതിയ ഇൻഫോർമൽ സെക്ടർ ഗിഗ് ഒക്കെ, അതിൽ 10% 15% ഉള്ളൂ യൂണിയനൈസേഷൻ. അപ്പം എന്താണ് നിങ്ങൾ ചോദിച്ച ചോദ്യം? ഓൾ റൈറ്റ്, കർഷക തൊഴിലാളിയും ബാക്കിയുള്ളവർ കുറയുന്നു, പക്ഷെ കൂടുന്നു ഇവിടെയാണ്. സ്ത്രീ തൊഴിലാളികളുടെ എണ്ണം കൂടുന്നു. നൗ ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ രീതി അടിമുടി മാറണം കേട്ടോ. ദെൻ ഈ പുതിയ തലമുറയുടെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ആ ജെൻഡർ അവയർനെസ് നമ്മുടെ പണ്ട് കാലത്തേക്കാൾ വ്യത്യസ്തമാണ്. സോ നമ്മൾ ഒന്ന് ഇവരെ സ്വാധീനിക്കുന്നതിന്, ഇപ്പോൾ ഇത് അരാഷ്ട്രീയമൊന്നുമല്ല. ഇവര് പാറ്റ കിട്ടുന്ന പിന്തുണ നോക്കിക്കേ. എന്താ വ്യത്യാസം? തൊഴിലില്ലായ്മയെക്കുറിച്ച് പറഞ്ഞ ദോഷം തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുന്നില്ലേ? ഈ പരീക്ഷകളൊക്കെ നന്നായിട്ട് നടത്തണം, അതും എന്തെങ്കിലും പക്ഷേ ഈ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ പ്രത്യേക രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ഉണർത്തി. സോ ഇടതുപക്ഷത്തിൻ്റെ നിങ്ങൾ ചോദിച്ച ട്രേഡ് യൂണിയൻ അടുത്തൊരു പ്രധാനപ്പെട്ട ഘടക ഈ വരുന്ന മാറ്റം ഓൾറെഡി മില്ലിനിയൽസായി, അടുത്ത ജെൻസിയാണ്. നമ്മുടെ പഴയ രീതികളൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയെത്തിയിരുന്നു. ഇടതുപക്ഷം വളരെ പാരമ്പര്യബദ്ധമാണ്. ബിക്കോസ് വി ആർ പ്രൗഡ് ഓഫ് അവർ പാസ്റ്റ്, വാട്ട് വി ഹാവ് ഡൺ, ഫോട്ട്. ബട്ട് കാലം മാറുന്നുണ്ട്. സോ ഞാൻ പറയുക ഇതാണ്, ദറ്റ് ഇത് അതുകൊണ്ട് പുതിയ രീതികളിൽ ഇടപെടേണ്ടി വരും. ഒന്ന്, ഇങ്ങനെയുള്ള മേഖലയിൽ ഇപ്പം എന്താ എല്ലാവരും ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റിലാണ് കയറണേ, അല്ലെങ്കിൽ വെറും ഫ്രീലാൻസ് സർവീസിലാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ കോൺട്രാക്റ്റാണ്, അല്ലെങ്കിൽ ട്രെയിനിയാണ്. ഇതാണ് എൻട്രി പോയിന്റ്. നൗ അവരുടെ സ്കില്ലിങ്ങും കരിയർ അഡ്വാൻസ്മെൻറ്റും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ബിക്കോസ് നേരത്തെ ഉണ്ടായ സെക്യൂരിറ്റി ഇല്ല. നിങ്ങളത് അഡ്രസ്സ് ചെയ്യുമോ? രണ്ട്, ഈ പറയുന്ന ജാതീയതയുടെയും ബാക്കിയുള്ള വലിയ വർഗീയതയും പിടിക്കുന്നതിന് എന്ത് എതിർപ്പ്? നിങ്ങൾ സാംസ്കാരികമായ ഇടപെടലും ആഘോഷങ്ങളും കാര്യങ്ങളും അല്ല, അത് ചെറുപ്പക്കാർക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ അത് ഏത് കാലത്തൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് മാറുന്നുണ്ട്. ആൻഡ് പഴയ മുദ്രാവാക്യം വെച്ചാൽ ഇപ്പോൾ ഗിഗ് തൊഴിലാളിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പഴയ മുദ്രാവാക്യം എന്താ വെക്കുന്നത്? അവരുടെ ചലഞ്ചസ് തികച്ചും വ്യത്യസ്തമല്ലേ? അതിൽ വരുന്നുണ്ട് മാറ്റം. ആൻഡ് ദെൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നോബഡി സിറ്റ്സ് ആൻഡ് റീഡ്സ്. ഇപ്പം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് മെറ്റീരിയലാണ്. മാസികകളാവാം, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാവാം. അതിന് മുടക്കുന്ന ശ്രദ്ധയുടെയും പണത്തിൻ്റെയും എത്ര ചെറിയ ഭാഗം മാത്രമാണ് ഡിജിറ്റൽ മീഡിയക്ക് വേണ്ടിയിട്ടും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ചിലവഴിക്കുന്നത്. അതിൻ്റെ ഒരു സാധ്യത ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ സമരവേലിറ്റം കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എൻറ്റയർലി ഡിജിറ്റലി ഡ്രിവൺ. അതുകൊണ്ട് ഞാൻ പറയാം, വലിയ ഇൻട്രോസ്പെക്ഷന് വേണ്ടതുണ്ട്. അപ്പോൾ ഈ സെറ്റ് ബാക്ക് അതിനെ സഹായിക്കും. നമ്മളിപ്പോൾ
മറ്റതായിരുന്നെങ്കിൽ സപ്പോസ് നമ്മൾ 3-ാം തവണയും ജയിച്ചെന്നിരിക്കട്ടെ, വി ബിക്കം കോംപ്ലസൻറ്റ്, നമ്മൾ ട്രാക്കിലാണ്, അങ്ങ് പോയിക്കോളും, കയറി പോയിക്കോളും. ആൻഡ് ദെൻ വീഴുമ്പോൾ വലിയ ഇടിഞ്ഞു പൊളിഞ്ഞുള്ള വീഴ്ചയാണ്. നൗ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്. നമ്മുടെ ഓർഗനൈസേഷൻ കാര്യങ്ങളും ഇൻടാക്റ്റ് ആണ്. ബട്ട് അത് നമ്മളെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. കോമ്രേഡ്, ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു ഷെയർഡ് റിയാലിറ്റിയിൽ ജീവിക്കാനുള്ള അവസരം മനുഷ്യർക്കില്ല. അതായത് ഞാൻ ജീവിക്കുന്നത് എൻ്റെതായ യാഥാർത്ഥ്യങ്ങളിലാണ്. കാരണം ഞാൻ ഫോളോ ചെയ്യുന്ന ഫേസ്ബുക്ക് പേജുകൾ ആരുടേതൊക്കെയാണ്, എൻ്റെ മുന്നിലേക്ക് പണം കൊടുത്ത് അവർ ദൃശ്യമാക്കി തരുന്ന വാർത്താ മാധ്യമങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും അൽഗോരിതം എനിക്ക് സജസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ കണ്ടന്റുകൾക്കുള്ള ഒരു വലിയ പ്രത്യേകത, നേരത്തെ നമുക്ക് മാധ്യമ വിമർശനത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതായത് ഇടതുപക്ഷത്തെ പറ്റി ഇത്തരത്തിലൊരു പ്രതീതി നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു റിപ്പോർട്ടിംഗ് ഉണ്ടാവുന്നത് എന്നൊരു വിമർശനം നമ്മൾ ഉന്നയിച്ചാൽ ആ വിമർശനം മനുഷ്യർക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ നമുക്ക് ഉന്നയിക്കാൻ പറ്റുമായിരുന്നു. അത് അവിടെ കിടക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വാർത്തകൾക്കാണ് കൂടുതൽ സെല്ലിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ന്യൂസ് കണ്ടന്റ്, അല്ലെങ്കിൽ നമ്മളുടെ വേർഷൻ എന്ന് പറയുന്ന, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വേർഷൻ എന്ന് പറയുന്നത് എവിടെയും ദൃശ്യമല്ല. അപ്പോൾ ആളുകൾ അത് കാണുന്നില്ല. അപ്പം നിരന്തരം ഇപ്പോൾ പാർട്ടിക്കെതിരെ വരുന്ന വിമർശനങ്ങൾ പോലും ഈ തരത്തിൽ രൂപപ്പെട്ട് വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന വിമർശനമാണ്. ഇപ്പം കോമ്രേഡ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിനെ ആഴത്തിൽ നടത്തുന്ന ഒരു വിമർശനം അല്ലെങ്കിൽ ആത്മപരിശോധനയുടെ സാഹചര്യത്തിൽ പോലും ആളുകൾ ഇത്തരത്തിലെ പോപ്പുലർ നരേറ്റീവ്സ് ഉപയോഗിച്ചിട്ട് അവിടെയാണ് ഇടതുപക്ഷത്തിന് പാളിച്ച പറ്റിയതെന്ന് പറയാനും സ്ഥാപിക്കാനുമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ കിറ്റിൽ ആകെ ഈ തരത്തിലൊരു പ്രശ്നമില്ലേ? അതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക? സോഷ്യൽ മീഡിയ ആണെങ്കിലും മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയയിലും നിങ്ങളുടെ ഇഫക്റ്റീവ്നെസ് പണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം പ്ലാറ്റ്ഫോമിൽ. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ മുഴുവനും വിലക്കെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ മെസ്സേജ് ആംപ്ലിഫൈ ചെയ്യിക്കാം. ഇടതുപക്ഷത്തിന് പ്രിൻ്റ് മീഡിയ പോലെ തന്നെ ഇവിടെയും അതിനുള്ള റിസോഴ്സ് ഇല്ല, ഫിനാൻഷ്യൽ റിസോഴ്സ് ഇല്ല. പക്ഷേ ഒന്നുണ്ട്, നമുക്ക് പ്ലാറ്റ്ഫോം ആംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും ആ ഡിസ്ട്രിബ്യൂഷൻ ചുമതല ഇടതുപക്ഷത്തിൻ്റെ അണികൾക്ക് ഏറ്റെടുക്കാം. കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ടുള്ള അണികളാണ്. പ്രശ്നം അവരൊക്കെ പ്രിൻ്റ് ലോകത്താണ്, അതല്ലെങ്കിൽ വാമൊഴിയുടെ വക്താക്കളാണ്. ദാറ്റ് ഈസ് ദി കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ വ്യവഹാരം മുഴുവൻ വാമൊഴിയിലായിരുന്നു നടത്തിക്കൊള്ളുന്നത്. ഈ മനോരമയൊക്കെ എത്രയോ നാളായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഏശാത പോണം എന്തുകൊണ്ടാണ്? സകല കവലയിലും നമ്മുടെ ചുമട്ടുതൊഴിലാളിയിൽ നിന്ന് വർത്താനം പറയും, പീടി തുറപ്പുകാരൻ പറയും, വായനശാല ചെറുപ്പക്കാരൻ പറയും, കാലത്ത് പണിക്ക് പോകുന്ന വഴിക്ക് ചായ കുടിക്കുമ്പോൾ കർഷക തൊഴിലാളി വർത്താനം പറയും. നൗ ഈ ഇത്തരത്തിലുള്ള പൊതുമണ്ഡലങ്ങളൊക്കെ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇന്നിപ്പോൾ വർത്താനം പറയുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നത് ഇനിമേൽ ലൈക്കിലാണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് നമ്മുടെ റിഫ്ലക്സ് റെസ്പോൺസ് മുദ്രാവാക്യത്തിൻ്റെതാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് മാറണം. മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് പണം കുറഞ്ഞാലും വരാം. ആ ഒരു ട്രാൻസിഷനിലേക്ക് വന്നിട്ടില്ല. സെക്കൻഡ്ലി, നിമിത്തങ്ങളും വളരെ പ്രധാനമാണ്. പാർട്ടി ഉയർത്തിയ മുദ്രാവാക്യം ഒരു ഇടതുപക്ഷ മുദ്രാവാക്യമാണ്. ബട്ട് ദ മോമെന്റ് ദ ചോസ് ആൻഡ് പ്ലാറ്റ്ഫോമുകൾ അലർട്ടല്ലായിരുന്നു അതിനെ മൂടി വെക്കാനായിട്ട്. ദ കോട്ട് ദ ഇമാജിനേഷൻ ദ സ്പ്രെഡ്. ഞാൻ കരുതുന്നത് നമുക്ക് അങ്ങനെ ഒരു പരിമിതി വരത്തില്ല. സി വി ഹാവ് ടു ഗെറ്റ് കൺവിൻസ്ഡ്. നമ്മൾ ബോധ്യപ്പെടണം ഇങ്ങനൊരു ചുവടുമാറ്റം അനിവാര്യമാണ്. ആവറേജ് ഏജ് ഓഫ് ലെഫ്റ്റ് റാങ്ക് ഓർഗനൈസേഷൻ എടുത്താലും
മറ്റുള്ളവരെക്കാൾ വളരെ പ്രായക്കൂടുതലുള്ള, ശരാശരി പ്രായം കൂടുതലായിരിക്കും. കാരണം ഒരു ഹയറാർക്കിക്കൽ ഓർഗനൈസേഷണൽ ചിട്ടയുണ്ട്. അപ്പോൾ ഇത് ഒരു തിരിച്ചറിവ് ഉണ്ടായേ പറ്റൂ, ഉണ്ടായിട്ട് മാത്രമേ ഇതിനെ നേരിടാൻ പറ്റൂ. ഇപ്പോഴും ചോദ്യങ്ങളും വിമർശനങ്ങളുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ വിമർശനത്തെക്കുറിച്ചാണ്. ഞാനിന്ന് ഒരു വായിച്ചത്, ഡോണ്ട് മേക്ക് ഫൺ ഓഫ് CM, അത് ചെയ്യരുത്, വലിയ അംഗീകാരം അദ്ദേഹത്തിന് ഇപ്പം ഉണ്ട്, അപ്പം നമ്മളിങ്ങനെ ട്രോൾ ചെയ്യാനും പിടിക്കാനും പോയ ജനത്തിന് ഇഷ്ടാവില്ല എന്ന് ഉപദേശിക്കുന്ന ഒന്ന്. പക്ഷെ എങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് മുൻ CM-നെതിരായിട്ട്? ഇത് മാറുകയെ. ഈ പറയുന്ന ഹോളിനെസ്സും സാങ്ക്ടിറ്റിയും ഒക്കെ ഒരു ആദ്യത്തെ 6 മാസത്തേക്കാണ്. പിന്നെ അറ്റൻഷൻ വേണമെന്നെങ്കിൽ വിമർശിക്കണം എന്ന് മെയിൻ സ്ട്രീം മീഡിയക്കും ബോധ്യമുണ്ട്. ഇലക്ഷൻ സമയത്ത് അവസരം കിട്ടിയടിക്കും, ബട്ട് നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് വേണമെങ്കിൽ ഭരിക്കുന്നവരെ വിമർശിച്ചേ പറ്റൂ. സോ ഇന്നത്തെ അന്തരീക്ഷം ഒന്നും ഒരു 6 മാസം കഴിഞ്ഞാൽ നിൽക്കാൻ പോണില്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഇതിലൊക്കെ സംഘടിതമായിട്ട് ഇടപെടണം, മീഡിയയിലെല്ലാം. മീഡിയയെ മുഴുവനും തള്ളിക്കുറഞ്ഞിട്ട് നമ്മൾ ബദൽ മീഡിയ, സോഷ്യൽ മീഡിയയിൽ വർക്കും. നോ 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 അവിടെയുള്ള സ്പേസ് എത്ര ചെറുതാണെങ്കിലും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള കരുത്ത് നേടണം. അവർക്കും ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ ഇടതുപക്ഷത്തിലടിക്കും. അതിന് സാധാരണ സംഭവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവൻ മനോരമ EMSൻ്റെ മകളെക്കുറിച്ചാവും, അതല്ലെങ്കിൽ ഇന്ന ആളുടെ കുടുംബത്തെക്കുറിച്ചാവും സോഫ്റ്റ് സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ എഴുതുകയും കുറച്ച് വിമർശനം വെക്കുകയും ഒക്കെ ചെയ്യാൻ നിർബന്ധിതരാണ്. ദേ ആൾസോ നീഡ് ക്രെഡിബിലിറ്റി. ഞാൻ പറയുന്നത് ആദ്യം നിന്നൊക്കെ ഒളിച്ചോടണമെന്നല്ല കേട്ടോ, എന്ത് സ്പേസ് കിട്ടുമോ അതിന് ഉപയോഗിക്കാൻ തയ്യാറാണ്. അത് മാന്യമായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു നിർണായക നിമിഷം വരുമ്പോൾ ഇവരൊന്നും ഉണ്ടാവില്ല. അവിടെ നമ്മുടെ ബദൽ മാധ്യമങ്ങൾ ഉണ്ടാവണം, അവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം. അത് കാശ് കുറഞ്ഞാലും നമുക്ക് നല്ലത് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റണം. ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അവരൊക്കെ റൈറ്റിസ്റ്റുകളൊന്നുമല്ല, നല്ലതുള്ളൊരു അവരോടൊക്കെ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റണം. അങ്ങനെയുള്ളൊരു കോൺഷ്യസ് എഫർട്ട് നടന്നിട്ടില്ല. ഏത് പ്രദേശം എടുത്താലും അവിടുത്തെ പ്രാദേശിക കൂട്ടായ്മകളുണ്ട്, അത് പലതരക്കാരും ഒക്കെയാണ്. പക്ഷേ ഇതിലൊക്കെ സ്വന്തമായിട്ട് കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് ലിബറലായിട്ടുള്ള ആളുകൾ. അവരൊന്നും നമുക്ക് വേണ്ടി എഴുതുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അവരോടൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഓരോ പ്രദേശത്തും മുൻകൈ ഉണ്ടാവണം. നമ്മളല്ലാതെ മറ്റാര് സഖാക്കളെ ഈ മണ്ണിനായി ചോര ചിന്തിടാൻ എന്നൊരു കവിത എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വിപ്ലവ ഗാനം ഉണ്ടാകുമ്പോൾ അതിന് സ്വീകാര്യത ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മളുടെ നിന്ന് പറയുന്നത്, ഇപ്പോൾ ആത്മവിമർശനപരമായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങളിൽ, തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഞാനിപ്പോൾ പറഞ്ഞ മുദ്രാവാക്യം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എന്ന് വിലയിരുത്തപ്പെടുകയും മാധ്യമങ്ങൾ കവർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷം ഒരു കാര്യത്തെ വിമർശിച്ചാൽ അത് തങ്ങൾക്ക് പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഉണ്ടാക്കി തരുമെന്ന ആത്മവിശ്വാസത്തിലാണ് വലതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അതായത് ഇവിടുത്തെ നിപ്പ നിയന്ത്രണത്തിൽ ഒരു പ്രശ്നമുണ്ടായി എന്ന് പറയുമ്പോൾ അതിന് ഇടതുപക്ഷത്തുനിന്ന് ഒരു MLA വന്ന് സമരം ചെയ്യുന്നതോടുകൂടി തങ്ങളുടെ ഭാഗം ക്ലിയറായി, ഇത് രാഷ്ട്രീയപരമായ ആരോപണം മാത്രമാണ് എന്ന നിലയിൽ അതിനെ റിഡിക്യൂൾ ചെയ്ത് കളയാവുന്ന ആ തരത്തിലൊരു ആത്മവിശ്വാസം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ താൽക്കാലികമായ അല്ലെങ്കിൽ അടുത്ത 6 മാസത്തേക്ക് മാത്രം നിലനിൽക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണെന്നാണോ അങ്ങ് വിലയിരുത്തുന്നത്? ഒന്ന്, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടി? അത് ആ വലിയ ബോർഡ് ഇടതുപക്ഷമല്ലാതെ മറ്റാരുണ്ട്? അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതല്ല. അതിൻ്റെ ബേസിക് കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ
ഈ വലതുപക്ഷ ഏകീകരണത്തെയും നമുക്കെതിരായി നടക്കുന്ന ദുഷ്പ്രചരണത്തെയും മറികടക്കാൻ സഹായിക്കുന്നതല്ല. അത് പാർട്ടിയുടെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരത്തെ സ്വീകരിച്ച 2 തെരഞ്ഞെടുപ്പിലും സ്വീകരിച്ച മുദ്രാവാക്യങ്ങൾ വലിയ സ്വീകാര്യതയുണ്ടായി. അത്തരമൊരു സ്വീകാര്യത ഈ മുദ്രാവാക്യത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കാരണം ഇതന്നെ എല്ലാത്തിനെയും നമുക്ക് എതിരായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് മുദ്രാവാക്യം ഉയർത്തുമ്പോഴും ഇത് നമുക്ക് നേരെ തന്നെ തിരിച്ചു വെക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കക്ഷികളുണ്ട്. നിഷ്കളങ്കരാവാൻ പാടില്ല. അത് വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ല. സോ അത് ഇതിങ്ങനെയുള്ള പലതും എതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിറങ്ങി വാശിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് നേർവിപരീതം ചിന്തിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയെടുത്തതാണ് അവനെന്തരീക്ഷം. ബട്ട് ഇത് ഇനി അങ്ങനെ ഈ രീതി തുടരത്തില്ലെന്ന്. കാരണം ഭരിക്കുന്ന വേറെ കക്ഷികളല്ലേ. ഇപ്പൊ തന്നെ മദ്യത്തിന്റെ കാര്യം വന്നു. ഡിഫൻസിലായോ? ഞാൻ ചില പത്രം ഇന്ന് കണ്ടു, പേരൊന്നും പത്രത്തിന് പറയുന്നില്ല, വലിയ തലക്കെട്ട് ബാനർ, ഇടതുപക്ഷത്തിന്റെ കാലത്താണ് തിരുത്തൽ വരുത്തിയത് അതില് റേറ്റില് ഇങ്ങനത്തെ ഒരു കാറ്റഗറി കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കാറ്റഗറി കൊണ്ടുവന്നത് ഇവിടത്തെ കൃഷിക്കാരുടെ ഹോർട്ടി വൈന് അനുവാദം കൊടുക്കാനാണ്. പക്ഷെ അതിന് റേറ്റ് നിശ്ചയിച്ചില്ല. നിശ്ചയിക്കാത്തെന്തിനാ? നിശ്ചയിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആളുകൾക്ക് കൊണ്ടുവരാം. റേറ്റ് നിശ്ചയിക്കാൻ വെച്ചു. റേറ്റ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അപേക്ഷയായിട്ട് ബക്കാടി വന്നിട്ടും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് തള്ളിക്കളഞ്ഞു. ഇല്ല, നൗ നേരെടുത്ത് വെച്ചു. പക്ഷെ ഇപ്പോഴും തലക്കെട്ട് ഈ രീതിയിലാണ് വരുന്നത്. ബട്ട് ഡാമേജ് ഈസ് ഡൺ. 1 മാസത്തിനുള്ളിൽ തന്നെ ഒരു അഴിമതിയുടെ മണമുണ്ടായി. അതും ബഡ്ജറ്റിൽ. കേരളത്തിൻ്റെ ബഡ്ജറ്റ് ചരിത്രത്തിൽ എന്നെങ്കിലും ഒരു നികുതി നിരക്ക് അഴിമതിയാണ് എന്നുള്ള ആക്ഷേപം വന്നിട്ടുണ്ട്. ദാറ്റ് വളരെ ക്ലിയറാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജ് ആലപ്പുഴ 2 എണ്ണം, 2 അല്ല 3 4 ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാവട്ടെ. പക്ഷേ ഉണ്ടാക്കണത് എങ്ങനെയാ? അതിൻ്റെ മോഡൽ എന്താ? ഇനിയൊന്ന് ചുരണ്ടുമ്പോഴാണത് വ്യക്തമാവുക. സർക്കാർ ഭൂമിയെല്ലാം ഏറ്റെടുത്ത് കൊടുക്കുന്നു. അതിനുവേണ്ടി ഒരു SPV, അവിടെ കെട്ടിടം പണിയാൻ വേറൊരു കമ്പനി, അവർ വായ്പ എടുത്തെല്ലാം കൊടുക്കുന്നു. അവർക്ക് പലിശയും അതിൻ്റെ മുതലും തിരിച്ചു കൊടുക്കണം. അതിനൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു ഏജൻസി, അവരാണ് മെഡിക്കൽ കോളേജ് നടത്തുക. സർക്കാർ ഭൂമി കൊടുക്കണം. സർക്കാർ ഉറപ്പാണ് ഈ രണ്ടാമത്തെ കമ്പനിക്ക് ഗ്യാരണ്ടി കൊടുക്കണം. എന്നിട്ട് അതൊക്കെ നടത്താൻ വേണ്ടി വേറെ ചാരിറ്റബിൾ സൊസൈറ്റി. നൗ ഇതൊക്കെ അഴിമതിയിലുള്ള പോക്കാണ് കേട്ടോ. ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുന്നോട്ട് വെച്ച മോഡല്. അത് കേരളം അംഗീകരിച്ചില്ല. സോ ഇത് വേഗം മാറുന്നു. ഇപ്പോൾ തീരദേശം മുഴുവനും ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഗണ്യമായിട്ട്. തീരദേശത്ത് ആകെ 1 മണ്ഡലവും കണ്ടോ ജയിച്ചു, 1-2 മണ്ഡലമേ ഉള്ളൂ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു. നേരെ തിരിച്ചായിരുന്നു 2021. കാരണം എന്ത് തന്നെ ആവട്ടെ, അങ്ങനെ വന്നിരിക്കുന്നു. അദാനിക്കോ വേറെ ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്കോ ഖനനത്തിൻ്റെ അനുവാദം ഒന്ന് കൊടുക്കൂ. എന്ത് പേരിട്ട് വിളിച്ചാലും പൊതുമേഖലാ സ്ഥാപനം, അതിന് പബ്ലിക് സ്ക്രൂട്ടിനി ഉണ്ട്. നമുക്ക് എന്ത് നിയന്ത്രണവും വെക്കാം, എന്നിട്ട് പോലും എതിർപ്പാം. ഞാൻ ആ എതിർപ്പിനെ അംഗീകരിക്കുന്ന ആളല്ല. VM സുധീരനൊക്കെ സമരം ചെയ്തപ്പോഴും അതിനോടൊപ്പം അങ്ങനെ നിൽക്കാൻ തയ്യാറില്ല. എന്തുകൊണ്ടാണ്? ഈ ക്രിട്ടിക്കൽ റെയർ എർത്തുകൾ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടം ഉണ്ടാവരുത്. നഷ്ടമുണ്ടായ നഷ്ടപരിഹാരം കൊടുക്കണം. മത്സ്യസമ്പത്ത് നശിപ്പിക്കുന്ന നടപടികൾ നടത്താൻ പാടില്ല. ഒരു പൊതുമേഖലയാണെങ്കിലേ നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റൂ. മറിച്ച് സ്വകാര്യ മേഖലയാണെങ്കിൽ പറ്റില്ല.
എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് വടക്കേന്ത്യയിലെ ട്രൈബൽ ബെൽറ്റുകളിൽ നടക്കുന്ന ഖനന കൊള്ളയാണ് കേട്ടോ. എത്ര സമരങ്ങളാണ് നടക്കുന്നത്. ഇതുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കുമോ? എന്താ വിചാരിച്ചിരിക്കണേ? ജീവനക്കാരുടെ DARസും DRും കൊടുക്കാതെ പോകാൻ പറ്റുന്ന കിടക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഹണിമൂൺ പീരീഡൊക്കെ പോകും കേട്ടോ. ആൻഡ് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഫിനാൻഷ്യൽ ക്രൈസിസ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു എന്തായാലും ലെഫ്റ്റിൻ്റെ കാലത്തുണ്ടായെന്ന്. ശരി, ഇവിടെ എന്തെങ്കിലും ബദലുണ്ടോ? ഈ ബഡ്ജറ്റ് എടുക്കും, എവിടെയെങ്കിലും കേന്ദ്ര സർക്കാർ പൈസ തരാഞ്ഞിട്ടാണ് ഈ പ്രശ്നം എന്ന് പറയുന്നുണ്ടോ? അതല്ലേ യാഥാർത്ഥ്യം. മുണ്ടുന്നില്ല. 2, ഇനി വല്ല വായ്പ എടുക്കാനാണെങ്കിലോ അത് അടച്ചുപൂട്ടി. വായ്പ കടപ്പേടിയാണ്. എന്നാൽ പിന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുക. എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ IGST ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിപ്പോഴും IGSTയുടെ സാധ്യത വളരെ വലുതാണ് കേരളത്തിന്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് വേറെ സംസ്ഥാനത്ത് ബില്ലെഴുതുമ്പോൾ കേരളത്തിലേക്കാണെന്ന് പറഞ്ഞ് ബില്ലെഴുതിയില്ലെങ്കിൽ നമുക്ക് ആ വരുമാനം കിട്ടൂല. അപ്പോൾ ഈ സാധനം വരുമ്പോൾ നമ്മുടെ അതിർത്തി വെച്ച് ബില്ലെഴുതിയിട്ട് കൊണ്ടുവരണതാണോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റണം. ആ ചെക്ക് ചെയ്യാൻ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പരീക്ഷണാടിസ്ഥാനം നോക്കി. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത് പോർട്ടലിൽ തത്സമയം തുറന്നു വരില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? AI വെച്ചിട്ട് ഫോട്ടോ എടുക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ സെർവറിൽ പോയി ഇതിന് ഇ-വേ ബില്ലുണ്ടോ എന്ന് നോക്കാം. ഇ-വേ ബില്ല് എന്താണ് കാര്യങ്ങൾ നോക്കാം. അതിന് ഇത്രയും ക്വാണ്ടിറ്റി മതിയോ എന്ന് കമ്പ്യൂട്ടറിന് പറയും. സംതിങ് ഹാസ് ദാറ്റ് സോർട്ട്. ഇതൊക്കെ സാധ്യമുണ്ട്. എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ ബഡ്ജറ്റിൽ? സോ ഫിനാൻഷ്യൽ ക്രൈസിസ് മൂർച്ഛിക്കും, ഒരു സംശയം വേണ്ട. ഈ പറയണ ഫ്രീ റൈഡ് KSRTCക്ക് വർഷാവസാനം പൈസ കൊടുത്താൽ പറയട്ടാ, ദിവസവും കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഡീസൽ കിട്ടൂല, കട്ടപ്പുറത്താവും. 100 ദിവസം കഴിഞ്ഞാൽ പിന്നെ കമ്പനികൾ ഡീസൽ കൊടുക്കത്തില്ല. 3000 ആക്കിയില്ല, ഈ 2000 വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണേ മാസം 1100 കോടി രൂപ. സോ ഈ ഫിനാൻഷ്യൽ ക്രൈസിസിനെ നേരിടാനായിട്ടൊരു തന്ത്രമുണ്ടോ? അത് കേന്ദ്ര സർക്കാരിനെ തോളത്ത് ഇട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഐ എം നോട്ട് വെരി വറീഡ് അബൌട്ട് ഇറ്റ്. ഇത് ഒരു വർഷത്തിനപ്പുറം പോവില്ല കേട്ടോ. അതിനുള്ളിൽ സർക്കാർ എങ്ങനെ വെറുക്കപ്പെട്ടു അതുപോലെ എത്തിയിരുന്നു. കേരളം ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അനേകം മാതൃകകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്നു, കേരളം അതിൻ്റെ ഒരു ഒറ്റ തുരുത്തായിട്ട് എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, ഇപ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാനതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങൾക്കെതിരെ ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം വസ്തുനിഷ്ഠവും വാലിഡുമായിരുന്നു. പക്ഷെ അത് പറയാൻ ഇടതുപക്ഷത്തിൻ്റെതായ പ്ലാറ്റ്ഫോമുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇടതുപക്ഷം കേരളത്തിൽ ഒരു അനിവാര്യതയാണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ അനിവാര്യതയാണ് എന്നുള്ളത് എവിടെ നിന്നാണ് അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ആ തരത്തിലൊരു ആർഗ്യുമെന്റ് ആരാണ് അത് പ്ലേസ് ചെയ്യേണ്ടതും നിലനിർത്തേണ്ടതും? നിയോ ലിബറൽ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റൂല്ലെന്ന് പരീക്ഷിക്കട്ടെ, കാണാം കേരളം ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പോണത്. അത് AKANയുടെ കാലത്തെ അനുഭവം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് അതിനെതിരായിട്ടൊരു ബദൽ സംവിധാനം പറയാൻ ആരാ ഉള്ളേ? ഇടതുപക്ഷമുള്ളൂ. ഞാൻ വളരെ വേഗത്തിലങ്ങ് പറഞ്ഞാൽ കേരളത്തിലെ ധനകാര്യക്കുഴപ്പം ഏറ്റവും രൂക്ഷമായിരുന്നത് ആന്റണി ഭരിക്കുമ്പോഴാണ്. അതിന് ആന്റണി കണ്ട മാർഗം ചെലവ് ചുരുക്കുക, പൊതുമേഖല വിൽക്കുക. കേരളം സമ്മതിച്ചില്ല.
VS സർക്കാർ വന്നു. എന്ത് ചെയ്തു? വരുമാനം 20% വെച്ച് കൂട്ടി. പൊതുമേഖലക്കൊക്കെ പണമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി വന്നു. 20% വളരുന്നത് ഉമ്മൻചാണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, ആ എൻട്രി ടാക്സ് സുപ്രീം കോടതി തട്ടിക്കളഞ്ഞുകൊണ്ടാണ്. 10%. പണമില്ല. ഏതായാലും AK ആന്റണിയെപ്പോലെ ഈ പൊതുമുഖല വിൽക്കാൻ മുഴുവനൊന്നും പോയില്ല. പക്ഷേ ക്ഷേമകാര്യങ്ങളിലും എല്ലാം വീഴ്ച വന്നു, നിഷ്ക്രിയമായിട്ടുള്ളത്. ഇടതുപക്ഷം വന്നു. നൗ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വികസന തന്ത്രം ഇടതുപക്ഷം ആവിഷ്കരിച്ചു. നവകേരള വികസന തന്ത്രം. ക്ഷേമവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. ഇത് പലരും ഇപ്പം ഉണ്ടാക്കുന്ന നെറേറ്റീവേ, അയ്യോ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും എല്ലാം ഈ ബഡ്ജറ്റിലുണ്ട്. 2016 മുന്നോട്ട് വെച്ചാണ് വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ പൊതുധാരണയാണ് കേരളത്തിൻ്റെത്. അതാക്കിയെടുത്തത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളാണ്. പക്ഷെ അതിന് അടിസ്ഥാനമായിട്ടുള്ള ധനകാര്യതന്ത്രം, ആ ധനകാര്യതന്ത്രത്തിൽ കേന്ദ്രത്തിനെതിരെ നിലപാടെന്ന് പറയുന്നത് പ്രധാനമാണ്. അതെടുക്കാൻ ഇവർക്ക് കഴിയത്തില്ല. സോ അതിനൊരു ഇടതുപക്ഷം, ഇത്തരത്തിൽ ക്ഷേമവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിനെ പറ്റും. ഇന്ത്യയിൽ എവിടെയെങ്കിലും മറിച്ചുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ. ഇല്ലല്ലോ. അത് തന്നെ കേരളത്തിലെ അനിവാര്യത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള അവസ്ഥയിലൊന്നും എനിക്ക് വലിയ വേവലാതിയൊന്നും ഇല്ല കേട്ടോ. ഇഫ് ലെഫ്റ്റ് അവരുടെ കളമൊന്ന് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, നേരെ വന്ന വിമർശനങ്ങൾ അതൊക്കെ സ്വയം വിമർശന ബുദ്ധിയ ഉൾക്കൊള്ളുകയും നവീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇതിനെയൊക്കെ എതിർക്കാനൊരു ശക്തി വേണം ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നൽകാൻ. അതിലൊരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഇടതുപക്ഷം എന്നും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഇനി അധികാരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡൽഹിയിൽ ഇവിടെ നിന്ന് കേരളത്തിൽ കോൺഗ്രസിനെ സകല സ്ഥലത്തും തോൽപ്പിച്ചിട്ട് പോയിട്ടും ആ തോൽപ്പിച്ച ആളുകളെ മന്ത്രിമാരാക്കാൻ വേണ്ടിയിട്ട് എന്തിന് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കൈപൊക്കിയിട്ടുള്ള പാരമ്പര്യമാണ്. ഈ പാരമ്പര്യം വിട്ടുവീഴ്ചയില്ലാതെ ഉയർത്തിപ്പിടിക്കണം. ഒരു വിധത്തിലുള്ള സന്ധിയും ഒരു തരത്തിലുള്ള വർഗീയതയായിട്ടോ അതിന് വിട്ടുള്ള ജാതീയതയായിട്ടോ പാടില്ല. മതനിരപേക്ഷതയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബദനയങ്ങൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറായ കേരളം കൂടെ നിൽക്കുമെന്ന്. അപ്പോൾ ഇന്ന് ഉണ്ടായിട്ടുള്ള നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരുത്തി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, കേരളത്തിലെ മേധാശക്തിയായിട്ട് ഇടതുപക്ഷം തുടരും.